നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 35 കടൽക്കൊള്ളക്കാരുമായി യുദ്ധക്കപ്പലായ INS കൊൽക്കത്തയെ ഇന്ന് രാവിലെ മുംബൈയിൽ എത്തിയതായി നാവികസേന അറിയിച്ചു. കടൽക്കൊള്ളക്കാരെ മുംബൈ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സങ്കൽപ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ഈ നീക്കം. മേഖലയിലൂടെ കടന്നുപോകുന്ന നാവികരുടെ സുരക്ഷയ്ക്കും വാണിജ്യ വ്യാപാരത്തിനും വേണ്ടി അറബിക്കടലിലും ഏദൻ ഉൾക്കടലിലും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. പിടികൂടിയ കടൽക്കൊള്ളക്കാരുമായി INS മാർച്ച് 23-ന് മുംബൈയിലേക്ക് എത്തി. 2022-ലെ മാരിടൈം ആന്റി പൈറസി ആക്ട് പ്രകാരം കൂടുതൽ നിയമ നടപടികൾക്കായി ഇവരെ ലോക്കൽ പോലീസിന് കൈമാറി. നാവികസേനയാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. മാർച്ച് 15-ന് പുലർച്ചെ ആരംഭിച്ച ഓപ്പറേഷൻ 40 മണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. വലിയ രീതിയിലുള്ള നാവികസേനയുടെ വിജയം അത് ലോകം രാജ്യവും എല്ലാം തന്നെ ആഘോഷിച്ചതാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നിന്ന് UKMTക്ക് അതായത് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രൈഡ് ഓപ്പറേഷൻ ലഭിച്ച വിവരത്തെ തുടർന്നാണ് കടൽക്കൊള്ളക്കാരെ പിടികൂടിയത്. അറബിക്കടലിൽ വെച്ച് INS കൊൽക്കത്ത പൈറേറ്റ് ഷിപ്പ് എംബിറുവിനെ തുടരുകയായിരുന്നു. കടലിലൂടെ പോകുന്ന വ്യാപാരികളെ ഹൈജാക്ക് ചെയ്യുന്നതിനും കടൽക്കൊള്ളക്കാർക്കായും ഈ കപ്പൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. മാർച്ച് 15-ന് പുലർച്ചെയാണ് INS കൊൽക്കത്ത ഈ പൈറേറ്റ് കപ്പലിനെ ലക്ഷ്യം വെച്ചത്. ഇന്ത്യൻ നാവികസേന കപ്പലിലെ ആയുധങ്ങൾ, വെടിമരുന്ന്, നിരോധിത വസ്തുക്കൾ തുടങ്ങിയവ നീക്കം ചെയ്യുകയും കപ്പൽ സുരക്ഷിതമാക്കുകയും ചെയ്തു. തുടർന്ന് നാവികസേന സംഘം കപ്പലിനെ യാത്രയ്ക്ക് ഉതകുന്ന രീതിയിലേക്ക് ആക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ കപ്പൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. 35 കടൽക്കൊള്ളക്കാർ ഇതിനകത്തുണ്ട്. യുദ്ധക്കപ്പലായ INS കൊൽക്കത്ത ഇന്ന് രാവിലെയാണ് മുംബൈയിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക്കൽ പോലീസിന് ഈ 35 കടൽക്കൊള്ളക്കാരെയും അത് കൈമാറിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ ഈ വകുപ്പുകൾ ചേർത്ത് കേസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കാനുള്ള സാഹചര്യം ഇവിടെ കൂടുകയാണ്.